നമസ്കാരം, ഇത് ഫിൽമി ബീച്ച് മലയാളം. മലയാള സിനിമാ പ്രേമികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരജോഡികളാണ് ദിലീപും കാവ്യ മാധവനും. മലയാളത്തിലെ എവർഗ്രീൻ ജോഡികൾ. ഇരുവരും വിവാഹിതരായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടേയുള്ളൂ. ചുരുക്കം ചില സിനിമകൾ മാറ്റി നിർത്തിയാൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായിരുന്നു. 1999 പുറത്തിറങ്ങിയ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലാണ് ഈ താരജോഡികൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത്. പിന്നീട് അത് മലയാള സിനിമയിലെ തന്നെ മികച്ച താരജോഡികളിലൊന്നായി മാറുകയായിരുന്നു. ലാൽ ജോസാണ് കാവ്യ മാധവനെ നായികയാക്കി ആദ്യം സിനിമ എടുത്തത്. പിന്നീട് ഈ കൂട്ടുകെട്ട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപ്, കാവ്യ, ലാൽ ജോസ് ടീം ഒരുമിച്ചത് 3 വർഷത്തിനു ശേഷം മീശ മാധവനിലൂടെയാണ്. ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷേ നിരവധി വെല്ലുവിളികൾ മറികടന്നാണ് ചിത്രം റിലീസ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാമോ? മീശ മാധവൻ സിനിമ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് രഞ്ജൻ പ്രമോദ്, ലാൽ ജോസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ രണ്ടാം ഭാവം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. സുരേഷ് ഗോപി ഇരട്ട വേഷത്തിലെത്തിയ ചിത്രത്തിലെ മറന്നിട്ടുമെന്തിനോ എന്ന ഗാനം മാത്രമാണ് ആകെ ശ്രദ്ധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുൻ ചിത്രത്തിന്റെ അവസ്ഥയാകുമോ മീശ മാധവനും എന്ന ആശങ്ക നിർമ്മാതാക്കളെ അലട്ടിയിരുന്നു. കാൾട്ടൺ ഫിലിംസ് ആയിരുന്നു ആദ്യം മീശ മാധവൻ നിർമ്മിക്കാമെന്ന് ഏറ്റത്. എന്നാൽ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ അവർ ചിത്രത്തിൽ നിന്ന് പിന്മാറി. കാൾട്ടൺ ഫിലിംസ് പിന്മാറിയതിനു ശേഷം സംവിധായകനായ ലാൽ ജോസിനെ സമീപിച്ച നിർമ്മാതാക്കൾക്ക് തിരക്കഥാകൃത്തായ രഞ്ജൻ പ്രമോദിൽ വിശ്വാസമില്ലായിരുന്നുവെന്ന് പറഞ്ഞാണ് അവർ പിന്മാറിയത്. തിരക്കഥാകൃത്തിന് പുറമെ സംഗീത സംവിധായകനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് മറ്റു ചില നിർമ്മാതാക്കളും പിന്മാറി. എന്നാൽ ഇതൊന്നും ഒരു കാരണമേ ആയിരുന്നില്ലെന്ന് ചിത്രത്തിന്റെ വിജയം കാണിച്ചു കൊടുത്തു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളുടെ പട്ടികയെടുത്താൽ അതിലുണ്ടാകും മീശ മാധവൻ. വിതരണത്തിന്റെ കാര്യത്തിലും ചിത്രം ഏറെ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ചിത്രത്തിന്റെ വിതരണം ആദ്യം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഒടുവിൽ ദിലീപിന്റെ സുഹൃത്തുക്കളാണ് വിതരണം ഏറ്റെടുത്തത്. ഏതായാലും റിലീസിന് മുൻപ് ഇത്രയും വെല്ലുവിളികൾ നേരിട്ടെങ്കിലും ഇതൊന്നും ചിത്രത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ചിത്രത്തിന്റെ വിജയം. ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.